പൗർണമി തിങ്കൾ. രചന അവതരണം മിത്രവിന്ദ. ഇളം മഞ്ഞ നിറമുള്ള ഷർട്ടും വൈറ്റ് നിറമുള്ള പാൻറ്റും വെൽ ഡ്രസ്ഡായിട്ട് നിൽക്കുന്ന അലൂഷയെ കണ്ടതും പൗർണമി തരിച്ചു നിന്നു. അവളുടെ ഡ്രസ്സിന്റെ അതേ കളർ മുൻകൂട്ടി പറഞ്ഞു നിശ്ചയിച്ചതുപോലെയാണോന്ന് പോലും ഒരു നിമിഷത്തേക്ക് അവൾ ഓർത്തുപോയി. അലൂഷയാണെങ്കിൽ തന്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പുകയാണ്. ആ സമയത്ത് പൗർണമിയോട് കാത്തു എന്തൊക്കെയോ പറയുന്ന കേട്ടുകൊണ്ട് അവനൊന്നു മുഖമുയർത്തി. പൗർണമിയുടെ മനസ്സിൽ വിരിഞ്ഞ അതേ ഭാവങ്ങളായിരുന്നു അവന്റെ മുഖത്തും. ഇതെങ്ങനൊത്തു? നിങ്ങൾ രണ്ടാളും ഇത്രയ്ക്ക് മാച്ചായത്? കാത്തു ചോദിച്ചതും പൗർണമി ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് കനപ്പിച്ചു നോക്കി. എന്താടി ഉണ്ടക്കണ്ണി, എനിക്കൊരു തമാശ പറയാൻ പോലും പറ്റില്ലേ? കാത്തു, സമയം പോന്നു, വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്. അലൂഷ ഉറക്കെ പറഞ്ഞതും ഇരുവരും ഒന്ന് ഭക്ഷണം കഴിക്കുവാനായിരുന്നു. അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും അലൂഷി പാഴ്സൽ വാങ്ങിക്കൊണ്ടു വന്നതായിരുന്നു. ഇച്ചായ, ഉച്ചക്കത്തെ ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനാ? കാത്തു സംശയത്തോടെ അവനെ നോക്കി. ഇന്നൊരു ദിവസത്തേക്ക് ക്യാൻറ്റീനിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. നാളെ മുതൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടു പോകാം, അതുപോലെ? മതി. ഇവിടെ മെയ്ഡിനെ ആരെങ്കിലും കിട്ടുമോ ഇച്ചായ? ഒരേജൻസിയിൽ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാലത്തെ 11 മണിയാകുമ്പോൾ അവരെന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. മലയാളീസിനെ കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്. ഇവിടുത്തുകാർ കുറേ ആളുകളുണ്ട്. പക്ഷേ അത്ര കണ്ട് നമുക്കവരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കാലത്തെ പോയാൽ വൈകുന്നേരം ആവില്ലേ തിരിച്ചു വരുമ്പോൾ. അതിച്ചായം പറഞ്ഞത് കറക്റ്റാ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ആണെങ്കിൽ കൂടുതൽ നല്ലതായിരുന്നു. എന്നതായാലും വെയിറ്റ് ചെയ്യാം, അല്ലേ? കാത്തു പറഞ്ഞതും അലൂഷി തലയാട്ടി. ഇടയ്ക്കൊക്കെ ഒളികണ്ണാൽ അവൻ പൗർണമിയെ നോക്കുന്നുണ്ട്. അവൾ പക്ഷേ അതൊന്നും അറിയാതിരുന്ന് കഴിക്കുകയാണ്. സമയം പോകുമെന്ന് അലൂഷി പറഞ്ഞതുകൊണ്ട് അല്പം വേഗത്തിലാണ് കഴിക്കലൊക്കെ. 10 മിനിറ്റിനുള്ളിൽ മൂവരും കൂടി ഓഫീസിലേക്ക് പോകുവാനായി ഇറങ്ങുകയും ചെയ്തു. വഴിയിലെല്ലാം മിക്കവാറും ആളും ബഹളവും ഒക്കെയായിരുന്നു. കാത്തുവിന്റെ ഓഫീസിലെത്താൻ അധിക സമയം വേണ്ടി വന്നില്ല. അലൂഷി കൊണ്ടുവന്ന് വണ്ടി നിർത്തിയപ്പോൾ അവൾക്ക് ഇത്തിരി സംഭ്രമം തോന്നാതിരുന്നില്ല. ഇച്ചായ, എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ ഇപ്പൊ ഫീൽ ചെയ്യുന്നു. എന്നത്തിനടി കാത്തുമോളെ നിനക്ക് ടെൻഷൻ? അറിയില്ല ഇച്ചായ. നീ നമ്മുടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൂളായിട്ട് ഇറങ്ങിപ്പോകാൻ നോക്ക്. സമയം പോകുന്നു കൊച്ചേ. അവൻ തന്റെ വാച്ചിലേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. കാത്തു അപ്പോഴേക്കും തന്റെ ബാഗ് എടുത്ത് തോളിലേക്കിട്ടു. അലൂഷി അവന്റെ വലതുകരം നീട്ടി അവൾക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്തു. അവന്റെ കവിളിൽ ഒരു ഉമ്മയും കൂടി കൊടുത്ത ശേഷം കാത്തു ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പൗർണമിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ അവൾ തന്റെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. അലൂഷി വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. അവനോടൊപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പൗർണമിക്ക് ആകപ്പാടെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. വെളിയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണവൾ. അലൂഷി തലേദിവസം പറഞ്ഞതുപോലെ കാത്തുവിന്റെ ഓഫീസിൽ എത്തും വരേക്കും അധികം തിരക്കൊന്നുമില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം റോഡിൽ അത്യാവശ്യം ബ്ലോക്കൊക്കെ ആയിട്ടുണ്ട്. ഈശ്വര, നേരം വൈകുവാവോ? സമയം അപ്പോ 9:45 കഴിഞ്ഞു. അലൂഷിയോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എന്തോ പിന്നീടത് വേണ്ടെന്ന് വെച്ചു. ഇനി ഒരുപാട് ദൂരമുണ്ടോ അലൂഷിച്ചായ? ഒടുവിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അവനൊന്നു മൂളി. അയ്യോ, അപ്പൊ നേരം പോകുമോ? ഇനി എന്ത് ചെയ്യും? അവൾ തന്നെ നിലവിളിച്ചു പോയി. അവൻ പക്ഷെ തിരിച്ചൊന്നും പറഞ്ഞതുമില്ല. ഇങ്ങനെ ലേറ്റ് ആകുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഇത്തിരി നേരത്തെ ഇറങ്ങായിരുന്നു. ഈ വഴിയും ദൂരമൊക്കെ അറിയാവുന്നതല്ലേ. ശോ, ഇതെന്തൊരു കഷ്ടാണോ? പൗർണമിയുടെ ശബ്ദം ഇക്കുറിയൊന്നിടറി. അപ്പോഴേക്കും വലിയൊരു കെട്ടിട സമുച്ചയത്തിലേക്ക് അലൂഷയുടെ ഫോർച്യൂണർ ചെന്ന് നിന്നു. സെക്യൂരിറ്റീസ് ഒക്കെ വിനയത്തോടെ അവന് സല്യൂട്ട് കൊടുക്കുന്നത് നോക്കി പൗർണമി വണ്ടിയിലിരുന്നു. ഇതെന്തിനാ ഇങ്ങേർക്ക് സല്യൂട്ട്? ഇനി ഇതിവിടുത്തെ റൂൾ എന്തെങ്കിലും ആയിരിക്കുമോ? അവൾ ഓർത്തു. പൗർണമി ഇറങ്ങുന്നില്ലേ? വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ടും പൗർണമി ഇറങ്ങാതിരുന്നപ്പോൾ അവനൊന്ന് മുഖം തിരിച്ചു നോക്കി. പെട്ടെന്ന് അവൾ ഡോർ തുറക്കാൻ തുടങ്ങി. എവിടേക്കാണ് ചെല്ലേണ്ടത്? കമ്പനിയുടെ പേര് ചോദിച്ചാൽ മതിയോ?
ഇവിടെ ഇറങ്ങി നിന്നോ, ഞാൻ ഇപ്പൊ വരാം. വേണ്ട, ഇച്ചായം പൊയ്ക്കോ, ഞാൻ ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. അവൾ തന്റെ മേൽചുണ്ടിന് മുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന വിയർപ്പ് കണങ്ങൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒന്ന് രണ്ട് സെക്യൂരിറ്റീസ് ഓഫീസേഴ്സിനോട് സെമാക്സ് എന്ന കമ്പനിയെക്കുറിച്ച് അവൾ ചോദിച്ചു. 7th ഫ്ലോറിലാണെന്ന് പറഞ്ഞു അവരപ്പോൾ. ഹലോ, പിന്നിൽ നിന്നും ഒരു വിളി കേട്ടതും പെട്ടെന്ന് അവൾ തിരിഞ്ഞു. ജീൻസും ടോപ്പും ധരിച്ച ഒരു പെൺകുട്ടി. ന്യൂകമറാണോ? അതേന്ന് പൗർണമി തലകുലുക്കി. വരൂ, ഞാനും അവിടേക്കാ. അത് കേട്ടതും പൗർണമിക്ക് ആശ്വാസം തോന്നി. എന്താ പേര്? എന്റെ പേര് പൗർണമി. ഞാൻ സ്റ്റെല്ല, നാട്ടിൽ കട്ടപ്പനയാണ് കേട്ടോ. എന്റെ നാട് കോട്ടയം അടുത്താണ്, പൗർണമിയും പറഞ്ഞു. ഓഹോ, നമ്മുടെ സിഇഒയും അതേ നാട്ടുകാരനാ. ഇരുവരും കൂടി ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു. സ്റ്റെല്ലെ കിട്ടിയതുകൊണ്ട് പൗർണമിക്ക് വളരെ ആശ്വാസമായിരുന്നു. അവൾ കാത്തൂനെ വിളിച്ചു നോക്കി, പക്ഷെ അവൾ എടുത്തില്ല. അന്ന് ആ ഓഫീസിലേക്ക് പുതുതായി വന്നത് പൗർണമി മാത്രമായിരുന്നു. അതിവിശാലമായ ആ ഓഫീസും പരിസരവും ഒക്കെ കണ്ടപ്പോൾ പൗർണമി ശ്വാസമൊന്ന് എടുത്തു വലിച്ചു. ഏത് ഡിപ്പാർട്ട്മെന്റാണെന്ന് പൗർണമിക്ക് അറിയോ? പെട്ടെന്ന് സ്റ്റെല്ല അവളോട് ചോദിച്ചു. അറിയില്ലല്ലോ. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. എന്റെ ടീം ലീഡർ വന്നോ നോക്കട്ടെ, വെയിറ്റ് ചെയ്യ്. പൗർണമി മെയിൻ ഡോറിന്റെ അടുത്തുള്ള വിസിറ്റിംഗ് റൂമിൽ ഇരുന്ന ശേഷം സ്റ്റെല്ല മറ്റൊരു ഭാഗത്തേക്ക് പോയി. മുട്ടിന് മുകളിലാണ് പെൺകുട്ടികളുടെ ഒക്കെ വേഷം. എല്ലാവരും ഭയങ്കര മോഡേൺ ലുക്ക്. ചുണ്ടത്ത് കടും ചുവപ്പ് നിറമുള്ള ലിപ്സ്റ്റിക്ക് വാരി തേച്ചാണ് എല്ലാവരുടെയും വരവ്. ഇടയ്ക്ക് കുറച്ച് ചുള്ളന്മാരൊക്കെ നടന്നു വരുന്നുണ്ട്. എല്ലാവരും അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കുന്നുമുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അവൾ തിരികെ പുഞ്ചിരിക്കുന്നതും. പൗർണമി, സ്റ്റെല്ല വിളിച്ചപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. താൻ വാ, സാറിനെ കാണാം. എന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ടീം ഹെഡിന് അറിയില്ല, ഇന്ന് തനിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോയിന്റ്മെന്റ്. സ്റ്റെല്ലയോടൊപ്പം 4-5 വലിയ റൂമുകൾ പിന്നിട്ടുകൊണ്ട് പൗർണമി നടന്നു നീങ്ങി. ഒടുവിൽ അതിവിശാലമായ ഒരു പ്ലേസിലെത്തി. മൂവിയിലൊക്കെ കാണും പോലെയാണ് ആ റൂം. സാർ എവിടെയാണ്? അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. എത്തിയിട്ടില്ല, ഇപ്പൊ വരും, വെയിറ്റ് ചെയ്യ്, അവൾ മെല്ലെ പറഞ്ഞു. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡിംഗ് ആയിട്ടുള്ള കമ്പനി നമ്മുടെയാ. കൂടുതൽ സ്റ്റാഫ്സ് ഉള്ളതും സാലറി പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ നമ്മളാ. അതൊക്കെ സാറിന്റെ കഴിവാ. ആളെ നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഇപ്പൊ എത്തും പറയുകയും ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഇരുവരും ഒരുപോലെ തിരിഞ്ഞു. ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നവനെ കണ്ടതും പൗർണമിക്ക് തന്റെ ശ്വാസം പോലെ നിന്നുപോയി. രണ്ടാളും മാച്ചാണല്ലോടാ, നോക്കി, നിന്റെ സൽവാറിന്റെ അതേ കളർ. സ്റ്റെല്ല അടക്കം പറഞ്ഞപ്പോൾ പൗർണമി ദയനീയമായി അവളെ ഒന്ന് നോക്കി. അലോഷിച്ചായൻ. പൗർണമിയുടെ അതിരും ചലിച്ചത് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു അലോഷി. ഇച്ചായൻ തന്നെ അടി കൊച്ചേ, നിന്റെ അലോഷിച്ചായൻ. നിന്നോട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതല്ലേ ഇറങ്ങി വെയിറ്റ് ചെയ്യാന്. അപ്പൊ ഓടിപ്പിടിച്ച് എന്റെ കൊച്ചിങ്ങോട്ട് പോണു. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മനസ്സിൽ ഓർത്തുകൊണ്ട് അലോഷി അവരുടെ അരികിലേക്ക് വന്നു. ഗുഡ് മോർണിംഗ് സാർ, ഇത് പൗർണമി ബാബുരാജ് ഫ്രം കേരള. ന്യൂ അപ്പോയിന്റ്മെന്റ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പൗർണമിയെ നിയമിക്കേണ്ടതെന്നറിയുവാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങൾ. സ്റ്റെല്ല വളരെ വിനയത്തോടെ അലൂഷയെ നോക്കി പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ സ്റ്റെല്ല. നിലവിൽ എവിടേക്കാണ് ഇയാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതെന്ന്. ഒരു കാര്യം ചെയ്യൂ, സ്റ്റെല്ല പോയിക്കോ. പൗർണമി കം ഹിയർ. അലൂഷി പറഞ്ഞപ്പോൾ പൗർണമി അവനെ ഒന്ന് നോക്കി. സങ്കടമാണോ ദേഷ്യമാണോ അവളുടെ മുഖത്തുനിന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഒരു ഭാവമായിരുന്നു അപ്പോഴവൾക്ക്. സ്റ്റെല്ലയെ ഒന്ന് തലകുലുക്കി കാണിച്ച ശേഷം പൗർണമി അലോഷയുടെ പിന്നാലെ അവന്റെ ക്യാബിനിലേക്ക് പോയി. പ്ലീസ് സിറ്റ് ഡൗൺ. അവൻ തന്റെ മുന്നിലിരിക്കുന്ന കസേരയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളോട് ആവശ്യപ്പെട്ടു. ഇച്ചായനും കാത്തും കൂടിയുള്ള ഒത്തുകളിയായിരുന്നു ഇതെല്ലാമല്ലേ? എന്നെ വെറും പൊട്ടിയാക്കാമെന്ന് കരുതിയല്ലേ രണ്ടാളും? വെറുതെയാ, നടക്കില്ല.
എനിക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോണം. നിങ്ങളുടെ ജോലിയും വേണ്ട, ഒന്നും വേണ്ട. തന്റെ ഉള്ളിലെ ക്ഷോഭം മറച്ചു വെക്കാതെ പൗർണമി അവനോട് ചോദിച്ചു. താൻ ഇരിക്കെ പൗർണമി. അവൻ വീണ്ടും പഴയ പല്ലവി തന്നെ ആവർത്തിച്ചു. നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നും ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോണം. തന്റെ മുഖം വലതുവശത്തേക്ക് ചെരിച്ചു പിടിച്ചുകൊണ്ട് അവൾ ദേഷ്യത്തിൽ പറയുകയാണ്. താൻ എന്തിനാ ഇങ്ങനെ വയലന്റ് ആവുന്നത്? അതിനു മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഇരിക്കു പൗമി. അവൻ വളരെ സോഫ്റ്റായാണ് പിന്നെയും അവളോട് സംസാരിച്ചത്. പൗർണമിയാണെങ്കിൽ അലോഷിയെ ദഹിപ്പിക്കും മട്ടിൽ ഒരു നോട്ടം നോക്കി. ഇത് കാത്തു പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ഭദ്രകാളി. ഒരു ചിരിയോടുകൂടി അലോഷി ഇരിപ്പിടത്തിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പൗർണമിയുടെ അരികിലേക്ക് വന്നു. മൾട്ടിനാഷണൽ കമ്പനിയായ സിമെക്സ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി സെലക്ട് ചെയ്തത് പൗർണമി ബാബുരാജ് എന്ന ഞാൻ. 2 വർഷക്കാലം ഈ കമ്പനി തന്നെ തുടരുമെന്നും ഇവിടുത്തെ എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ടു പോകുമെന്നും ഇതിലെന്തെങ്കിലും ഒരു അപാകത വരികയാണെങ്കിൽ കമ്പനിക്കുണ്ടാകുന്ന ഏത് നഷ്ടവും ഞാൻ നികത്തുമെന്നും ഒക്കെയുള്ള തന്റെ എഗ്രിമെന്റാണിത്. പൗർണമിയുടെ സിഗ്നേച്ചർ അല്ലേ ഇത്? 9 ദിവസങ്ങൾക്ക് മുന്നേ ഈ കമ്പനിയുമായി താൻ ഡീൽ ചെയ്തതാണ്. സാക്ഷിയായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ബാബുരാജ്. അത് പൗർണമിയുടെ അച്ഛനല്ലേ? മേശമേലിരുന്ന ഒരു ഫയലെടുത്ത് തുറന്നു. അതും വായിച്ചുകൊണ്ട് പൗർണമിയുടെ അടുത്തേക്ക് നടന്നു വന്നു അലോഷി. അവൻ പറയുന്ന ഓരോ വാക്കുകളും കേട്ടപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു. ശരിക്കും നിങ്ങൾ എന്നെ ട്രാപ്പിലാക്കുകയായിരുന്നു അല്ലേ? അത് ചോദിക്കുകയും പാവം പൗർണമി കരഞ്ഞുപോയി. ചേച്ചേ, അപ്പോഴേക്കും കരയുവാണോ കൊച്ചെ നീ? ഇരിക്ക്, പറയട്ടെ. പൗർണമിയുടെ ഇരുത്തോളിലും പിടിച്ച് അവൻ ഇരുത്താൻ തുടങ്ങിയതും അവൾ ആ കൈ തട്ടി മാറ്റി. ദേഹത്ത് പിടിച്ചാലുണ്ടല്ലോ വിവരം അറിയും. കവളിലൂടെ ഒഴുകിവന്ന കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അവനെ ക്രോധത്തോടെ നോക്കി. ഓ, എന്തൊരു ദേഷ്യമാണെന്നോ! ഇങ്ങനെ പല്ലിറുമി സംസാരിക്കാതെ കൊച്ചേ. അതും നിന്റെ CEO അല്ലേ ഞാന്? കഷ്ടം. ഇക്കുറി അല്പം ബലം പ്രയോഗിച്ച് അവൻ അവളെ കസേരയിലേക്ക് പിടിച്ചിരുത്തിയിരുന്നു. ആ, അങ്ങനെ ഇപ്പോഴല്ലേ നല്ല കുട്ടിയായത്? ഇരു ചുമലിലും പിടിച്ചുകൊണ്ട് അവളുടെ തൊട്ടു പിന്നിലായി അവൻ നിൽക്കുമ്പോൾ പൗർണമിയിൽ നിന്ന് ഉതിർന്നു വരുന്ന ഒരു വല്ലാത്ത സുഗന്ധം അവനെ വന്ന് കീഴ്പ്പെടുത്തി. ശ്വാസമൊന്ന് എടുത്തു വലിച്ചുകൊണ്ട് അവൻ നിവർന്നു നിന്നു. അപ്പോഴേ നമ്മുടെ ഈ എഗ്രിമെന്റ് പ്രകാരം കമ്പനി ഏൽപ്പിക്കുന്ന എന്ത് ജോലിയും ചെയ്യാമെന്നാണ് പൗർണമി സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ താൻ വായിച്ചു നോക്കാതെയാണോ ഡീൽ ഉറപ്പിച്ചത്? അലോഷി നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കുമ്പോൾ പൗർണമിയെ വിറഞ്ഞു കയറുകയാണ്. അതേ, എന്റെ കൊച്ചിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് അറിയണ്ടേ? അവൻ തന്റെ മുന്നിലിരിക്കുന്ന ലാപ്പിലൂടെ ഒന്ന് സെർച്ച് ചെയ്തു. ആ, കിട്ടിപ്പോയി. ഇതല്ലേ പൗർണമിയുടെ ഡിപ്പാർട്ട്മെന്റ് കിടക്കുന്നത്? പറയുന്നതിനൊപ്പം തന്നെ അലോഷി തന്റെ പിന്നിലായി സ്വീകരിച്ചിരിക്കുന്ന ബിഗ് സ്ക്രീൻ ഓൺ ചെയ്തു. ഹായ് മൈ ഡിയേഴ്സ്. അവൻ ശബ്ദമുയർത്തിയതും ആ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫിനെയും സ്ക്രീനിലൂടെ അവൻ കണ്ടു. എസ് സാർ, ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അതിനാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. ജസ്റ്റ് 5 മിനിറ്റ്സ്. അവൻ ചിരിയോടെ തുടരുകയാണ്. എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ സരസ്വതി മാഡം കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലേക്ക് മാറിയ കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? മാഡത്തിന് പകരമായി വന്ന ആളാണിത്. ദിസ് ഈസ് പൗർണമി ബാബുരാജ്. എന്റെ നാട്ടുകാരിയാണ് കേട്ടോ. ഒപ്പം എന്റെ സിസ്റ്ററിന്റെ ബെസ്റ്റ് ഫ്രണ്ടും. അതുകൊണ്ട് അറ്റാച്ച്മെന്റ് ഒക്കെ ലേശം കൂടുതലുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് നമുക്കെല്ലാവർക്കും പിന്നീട് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ പൗർണമിയെ ഞാൻ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പൊസിഷനും ഏൽപ്പിക്കുന്നു. അവനത് പറയുകയും എല്ലാവരും ഇരുന്ന് കൈയടിക്കുന്നത് പൗർണമി സ്ക്രീനിലൂടെ കണ്ടു. കത്തിജ്വലിക്കുന്ന മിഴികളോടെ അവൾ അലോഷി ഒന്നു നോക്കി. പെട്ടെന്ന് തന്നെ അവൻ സ്ക്രീൻ ഓഫ് ചെയ്തു. ഇല്ലെങ്കിൽ എന്തോടെ സംഭവിക്കുമെന്ന് അവനറിയായിരുന്നു.
നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകാനോ? അതിന് വേറെ ആളെ നോക്കാൻ ആലോചിച്ചായ? ഇതാള് വേറെയാ. എന്റെ അടുത്ത് നിങ്ങളുടെ ഒരടവും പയറ്റാമെന്ന് ഓർക്കണ്ട. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. നടക്കില്ല. ഇരിപ്പിടത്തിൽ നിന്നും ചാടി എണീറ്റ് അവൾ പുറത്തേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി നടന്നു. തുടരും.